ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ സേവിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ പുരാതന പാരമ്പര്യത്തിലുണ്ട്. അതുകൊണ്ട് കിഴക്ക് ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഭവന പ്രതിഷ്ഠയിൽ, പടിഞ്ഞാറത്തെ ഭാഗത്ത് അടുക്കള ഭാഗത്ത് വാസ്തുവിനെയും അല്ലെ പിശാചിനെ പ്രസാദിപ്പിക്കുന്ന രണ്ടുപേരെ ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഇരിക്കെ ഇവിടെ കേരളത്തിൽ ഒരു ഉഗ്രപ്രതാപിയായ പൈശാചിക പ്രതിനിധിയായ അസുരൻ ആഗ്രഹിച്ചു അവനൊരു ഭക്തനായി മാറണമെന്ന്. മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച അദ്ദേഹം ഭക്തനായി മാറി. അതോടുകൂടി അനുഗ്രഹം കിട്ടി. അങ്ങനെ കേരളത്തിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കള്ളവുമില്ല, പുളിയുമില്ല, കള്ളത്തരങ്ങൾ ഒട്ടുമില്ല. അങ്ങനെ ഭരണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു ആഗ്രഹം, 3 ലോകങ്ങളുടെയും അധികാരം കിട്ടണം. ആഗ്രഹം സാധിക്കാൻ പ്രത്യേകം ദൈവം കൊടുത്തൊരു അനുഗ്രഹം, 100 ബലികൾ അനുഷ്ഠിക്കണം. ഇതിൽ 99 ബലി അനുഷ്ഠിച്ചു. 100ാമത്തെ ബലിക്ക് സ്വർഗലോകത്തിന്റെ അധികാരം കൂടെ കേരളത്തിന്റെ ഭരണാധികാരിയായ മഹാബലി എന്ന അസുരന് കിട്ടുകയാണ്. കിട്ടാൻ പോകുമ്പോൾ ദേവരാഗത്തിന് ആപ്പാടെ ഒരു അങ്കലാപ്പ്. ഇദ്ദേഹത്തിന് ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിക്കും അസുരഭാവമായതുകൊണ്ട് സ്വഭാവം മാറിയാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ദേവന്മാരെല്ലാം കൂടി മഹാദൈവത്തെ സമീപിച്ചിട്ട് പരിഹാരമാർഗം ആലോചിച്ചപ്പോൾ പറഞ്ഞു, അശുദ്ധനെ സംഹരിപ്പാനും വിശുദ്ധനെ നിലനിർത്താനും കാലക്രമത്തിൽ അവതാരമെടുക്കുന്നതിന്റെ ഭാഗമായി വാമനാവതാരം, വാമനൻ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞവൻ, അവതാരം എടുത്തുകൊള്ളുക. അങ്ങനെ അവതാരത്തിൽ അവിടെ ചെന്നു. 100ാമത്തെ ബലി നടക്കുന്നതിന് മുമ്പ് 3 കാഴ്ചവട് ചോദിച്ചു. ആരോട്? അസുര രാജാവിനോട്, പിശാചി രാജാവിനോട്. ഒടുവിൽ 3ാമത്തെ കാഴ്ചവട് വെക്കാൻ സ്ഥലം വരുന്നതിന് തൊട്ടു മുമ്പ് ഉഗ്രരൂപത്തിലേക്ക് ഇദ്ദേഹം വളർന്നു. അങ്ങനെ ദൈവപ്രത്യക്ഷത, വാമനാവതാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ തലയിലേക്ക് വെച്ചുകൊള്ളാൻ അനുവദിച്ചു. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി ഭാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. എന്റെ മുൻപിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. അവർക്കറിയാം അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ നാവിന്മേൽ എടുത്താലത് പാപമാണെങ്കിൽ. സൂര്യൻ കിഴക്ക് നിന്ന് മഹിമയോടെ ഉദിക്കുമ്പോൾ ഞാൻ എന്റെ കയ്യെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട ശിക്ഷയാകുന്നു. അതുകൊണ്ട് ഞാൻ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ എന്ന് ഭക്തനായ ഇയ്യോബ് പറഞ്ഞെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന്